നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വടംവലി എന്ന് തന്നെ പറയാം. ആരാകും പലരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലരും സ്വയം പറയുന്നുണ്ട് യോഗ്യത ഉണ്ട് എന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വരുന്നുണ്ട്. അതിനുള്ള ചരടുവലികൾ കുറച്ച് നാളുകളായി നടക്കുന്നുമുണ്ട്. ഇപ്പൊ ഈ അടുത്ത ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഒരു പ്രത്യേക ഈ പറയുന്ന പേരുകളൊന്നും അല്ല, ഒരു പുതിയൊരാളായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നുണ്ട്. എന്നാലും ഉടനെ തന്നെ ഇതിന്റെ ഒരു തീരുമാനമാകുമോ? തീർച്ചയായും പ്രീത, ഏതാണ്ട് ജനുവരി 15-നും 20-നും ഇടയ്ക്കുള്ള സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി പലരും ഈ BJP സംസ്ഥാന പ്രസിഡന്റ് പദവി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെ ഊന്നിക്കൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം കെ സുരേന്ദ്രൻ, അതിനു മുമ്പ് വി മുരളീധരൻ, അങ്ങനെ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പല പത്രങ്ങളും ചാനലുകളും ഒക്കെ പറയുന്നത് അടിസ്ഥാനത്തിലൊന്നും അല്ല യഥാർത്ഥത്തിൽ അങ്ങനെ സംസ്ഥാന പ്രസിഡന്റായി പലരും വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2-3 വർഷമായി സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ച് സ്പെക്കുലേഷൻസ് കൂടുകയാണ്. സുരേന്ദ്രൻ വന്നതിന് ശേഷം സുരേന്ദ്രൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും, പുതിയ ആള് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 വർഷമായി പലതരത്തിലുള്ള സ്പെക്കുലേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നുള്ളൊരു സ്പെക്കുലേഷനാണ്. ആ സ്പെക്കുലേഷന് ബലം നൽകുന്ന രീതിയിൽ പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ അതിന് വളവും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം അമിത്ഷായെ കാണാൻ ശോഭാ സുരേന്ദ്രൻ പോയിരുന്നു. ഞാൻ ചോദിക്കുന്ന, കേരളത്തിൽ നിന്ന് ഒരു നേതാവ് അമിത്ഷായെ കണ്ടു എന്നുള്ളത് കൊണ്ട് താൻ അമിത്ഷായെ കണ്ടു, BJPയെ വേണ്ടാതെത്തിക്കുമെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു കഴിഞ്ഞ കുറെ നാളുകളായി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഉണ്ടായ ചില പ്രശ്നങ്ങളും ചില ക്ഷീണങ്ങളും ഒക്കെ അവരെയും ബാധിച്ചിട്ടുണ്ട്. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിൽ ആരോപണ വിധേയമായതിനെ തുടർന്ന് മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് കാര്യം മനസ്സിലാവുകയും മാധ്യമങ്ങൾ ഇവർക്ക് അനുകൂലമായി വാർത്ത കൊടുക്കുന്നത് നിർത്തുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിന് ശേഷം വീണ്ടും അവർ അമിത്ഷായെ കാണാൻ പോകുന്നു. അത് അമിത്ഷായെ കാണാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അവർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന തരത്തിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 3 പേരുടെ തന്നെ പേരുകളാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊന്ന് MT രമേശാണ്. കേരളത്തിലെ RSS പിന്താങ്ങുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് MT രമേശാണ്. നിലവിലുള്ള പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടരട്ടെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമല്ലാതെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് രണ്ടുമല്ലാതെ പുതിയൊരാളെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്ന തരത്തിലും ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറെ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇതിൽ ഏറ്റവും നല്ല ചോയ്സ് എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ താരതമ്യേന പുതിയൊരാളാകുമ്പോൾ ഈ പഴയ ഗ്രൂപ്പിസവും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ കഴിയും. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും നോക്കിയിട്ട് പോലും തീർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഗ്രൂപ്പിസം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വോട്ടിംഗ് പെർസെന്റേജ് കൂടുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടാമെങ്കിലും പക്ഷെ അതിനൊന്നുമുള്ള താല്പര്യം നേതാക്കന്മാർക്കില്ല. അവർക്കെല്ലാം അവനവനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് പാർട്ടിയോട് ഒരു താല്പര്യം ഇവർക്കില്ല. പാർട്ടി, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയോട് താല്പര്യമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റ് വന്നു എന്നിരിക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ കേരളത്തിൽ BJPയിൽ നിന്ന് മാറി നിൽക്കുന്ന BJP പ്രവർത്തകരും അനുഭാവികളും BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നിരവധി അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ഈ പാർട്ടിയുണ്ട്. അല്ല, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിലെ നേതൃത്വം ഒരു ശക്തമായ നേതൃത്വം അല്ലാത്തത് കൊണ്ട് മാത്രം BJPയിലേക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന ചില സാധാരണക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നവരും മാറ്റി നിർത്തപ്പെട്ടവരും ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു പാർട്ടി ഒരു വിജയത്തിലേക്ക് എത്തുന്നു, അല്ലെ ഒരു പാർട്ടി മുമ്പോട്ട് കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തോ, എല്ലാ ഗ്രൂപ്പിസവും മറന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. എനിക്കറിയാം തൃശ്ശൂർ ഒരു ശ്രീശൻ അടിയാട്ട്, അദ്ദേഹമൊക്കെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. വളരെ നല്ല ജില്ലാ പ്രസിഡന്റായി പ്രവർത്തനം അന്ന് ചെയ്തിരുന്ന ആളാണ്. ചില ആരോപണങ്ങൾ അന്നുണ്ടായ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ചില കാര്യങ്ങളൊക്കെ ആരോപണങ്ങളെ തുടർന്ന് ഗ്രൂപ്പിസം ഒക്കെ ആരോപണങ്ങളെ തുടർന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തിലേറെ ആയിട്ടുണ്ട് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിട്ട്. അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടുമില്ല. അദ്ദേഹം വളരെ ജനങ്ങളെ കൂടുതലായി ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടുതൽ ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന, അദ്ദേഹത്തോടൊപ്പം ഇപ്പോഴും ജനങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അത്തരം നേതാക്കന്മാരെയും
അത്തരം ആളുകളെയും ജനങ്ങളെ കൂടുതൽ ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്നവരെയും പ്രൊഫഷണൽസിനെയും ഒക്കെ കൊണ്ടുവരേണ്ട സമയത്ത് ഈ പാർട്ടിയിൽ ഇവർ കൊണ്ടുവരുന്നത് ആരെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇപ്പോ കെ സുരേന്ദ്രൻ ആണെങ്കിലും ആരാണെങ്കിലും, കെ സുരേന്ദ്രൻ ആണെങ്കിലും എം ടി രമേശ് ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ഒക്കെ തനിക്ക് മുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തനിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ കഴിയുന്ന ഒരാളെയും കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർട്ടി മുമ്പോട്ടുള്ള ഇപ്പോ അവനവന്റെ പെട്ടിയെടുക്കാൻ കഴിവുള്ളവർ മാത്രമാണ് ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കന്മാരുടെയും പെട്ടിയെടുപ്പുകാരെ കാലാകാലങ്ങളിലായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയ സമയത്ത് കെ സുരേന്ദ്രൻ അതുവരെ ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ, ഒരു സംസ്ഥാന തലം വരെയൊക്കെ പ്രവർത്തിച്ച് സംസ്ഥാന സെക്രട്ടറി ആയി ഒക്കെ ഇരുന്ന ആൾക്കാരെയൊക്കെ ഒറ്റയേറിന് ഒന്നും അല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അവരൊരു പ്രവർത്തകരെയല്ല പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. യുവമോർച്ചയുടെ ചില നേതാക്കന്മാർ സെക്രട്ടറിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിൽ പോലും ഞാൻ പറയാം. ആവശ്യമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പേര് പറയണമെങ്കിൽ പറയാം. യുവമോർച്ചയുടെ ഒരു നേതാവ് അടികൊണ്ട് നടുവൊടിഞ്ഞ് എപ്പോ നോക്കിയാലും സെക്രട്ടറി, ഞാൻ ഏറ്റവും കൂടുതൽ സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്ത് കണ്ടിട്ടുള്ളത് ആ യുവമോർച്ചയുടെ നേതാവിനെയാണ്. ആ പയ്യനൊക്കെ ഇന്ന് പാർട്ടിയിൽ എവിടെയാണെന്ന് പോലും അറിയില്ല, പാർട്ടിയിൽ ഇല്ല. ഏതോ അവരുടെ നാട്ടിൽ എന്തോ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കൊണ്ട് തുടരുന്നവരാണ്. ബി ജെ പിക്ക് ഒരു പ്രശ്നമുണ്ട്. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘടനാ പ്രവർത്തകർക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഈ പാർട്ടിയോടുണ്ട്, മറ്റൊരു പാർട്ടി പോലല്ല. അപ്പോ ഈ പാർട്ടി വിട്ടുപോകാൻ അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാവും. അപ്പൊ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും 10, 20, 25 കൊല്ലം ഇവർ സഹിച്ചുകൊണ്ട് ഇവിടെ തുടരുകയാണ്. അത് ഈ നേതാക്കന്മാർ വിചാരിക്കുന്നത് നേതാക്കന്മാരുടെ മിടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ നേതാക്കന്മാർ തീർച്ചയായും അല്ല, അതൊരു ബലഹീനതയാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ശ്രീല ഓപ്പണായി പറയുന്നുണ്ട്, ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഇത് തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഇത് നാളെ ഒരു സമയം ശ്രീല വ്യക്തിപരമായി BJP അനുഭവം ഉള്ള ഒരാളാണല്ലോ. നാളെ ഒരു സമയം ഈ പാർട്ടിയിലേക്ക് ഒരു പ്രവർത്തകയായി സജീവ പ്രവർത്തകയാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരം തുറന്നു പറച്ചിലുകൾ ശ്രീലയെ ബാധിക്കുമെന്ന് ശ്രീല കരുതുന്നുണ്ടോ? തീർച്ചയായും നേതാക്കന്മാരോട് കൺവിൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ കൺവിൻസ് ചെയ്യണമെന്നാണ്. ഞാനിപ്പോ ആ പാർട്ടിയുടെ ഭാഗമല്ലെങ്കിൽ പോലും ഇത്തരം ചില വിഷയങ്ങൾ ആരെങ്കിലും പാർട്ടി മാറിപ്പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ആ പാർട്ടിയിൽ നിന്ന് വിടാൻ സാധ്യത, നമുക്ക് ആദ്യം ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അത്തരം ചില സാഹചര്യങ്ങൾ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞില്ല, കെ സുരേന്ദ്രനോടും തിരുവനന്തപുരത്ത് നിന്ന് ഒരു നേതാവ് BJP വിട്ടുപോകുന്ന സമയത്ത് കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ VV രാജേഷിനെയും ഒക്കെ ഞാൻ യഥാസമയം ഞാൻ അറിഞ്ഞ സമയത്ത് തന്നെ അയാൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, ചില ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അയാൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു. പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഈ ബാലഗോകുലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ RSS ബാലഗോകുലം സംഘടനയിലൂടെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പോകുന്നത് വലിയ നഷ്ടമാണ്. അതിന് പകരം ഇവർ പറയുന്നത് ഇപ്പൊ അങ്ങനെയുള്ളവർ പോയാൽ മറ്റുള്ളവരെ കൊണ്ടുവരുമെന്ന് പറയുന്നു. ഈ നമുക്കറിയാം വിഴിഞ്ഞം ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് കുറെ പേര് വിഴിഞ്ഞം ഭാഗത്ത് ഗോളം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ, അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആ വോട്ട് ക്യാൻവാസ് ചെയ്യപ്പെടാവുന്ന വോട്ടുകൾ പോലുമാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഇത്ര രൂപ കൊടുത്താൽ പർച്ചേസ് ചെയ്യാൻ കഴിയപ്പെടുന്ന ചില വോട്ടുകളും അക്കൂട്ടത്തിലുണ്ട്. അല്ല, അതിന്റെ അർത്ഥം പൈസ കൊടുത്ത് വോട്ട് വാങ്ങുക എന്നല്ല, അവർക്ക് ആ മനസ്സുണ്ട്. പക്ഷേ മാറ്റി ചെയ്യാനുള്ള വോട്ട് മനസ്സുണ്ട്. ക്യാമ്പയിന് വേണ്ടി വരാൻ ഉള്ള സാഹചര്യമില്ലാത്ത കൂലിപ്പണിക്കാരായ നിരവധി പേർ BJPയിലും പല പക്ഷെ അത്തരത്തിലുള്ള പ്രവർത്തകർ പോകുന്ന പാർട്ടിക്ക് ദോഷമാണ്. അവിടെയാണ് ഞാൻ CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആൾക്കാരെ, അത് ഏത് തലത്തിലുള്ള ആൾക്കാരാണെങ്കിലും, ഇപ്പോ പത്രപ്രവർത്തകരാണെങ്കിൽ പത്രപ്രവർത്തകർക്ക് അവരുടേതായ ഒരു സ്വാധീനമുള്ള മേഖല ഏതാണോ അവിടെ അവർ ആ പരിപാടികളിൽ അവർ പങ്കെടുപ്പിക്കും. ഇനി അഥവാ മറ്റ് രാഷ്ട്രീയക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സിനിമാക്കാരാണെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട അതൊക്കെയാണല്ലോ. BJPയിലേക്ക് പല സിനിമാക്കാരും വന്നു. ഈ നമുക്കറിയാം സിനിമയിൽ വന്നുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മളവരെ കുറ്റപ്പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ പരിഗണിക്കാനുള്ള മനസ്സ് ആ നേതൃത്വം ഉണ്ടാക്കണം. അതിന് പകരം ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു വാർത്ത, P ശശി BJPയിലേക്ക് വരാനുള്ള സാധ്യതയുടെ ചർച്ച നടത്തുന്നു എന്നാണ്. ബിപിൻ സി ബാബു അഭിഭാഷകനാണ്, ഓഫ് കോഴ്സ് അവിടുത്തെ നേതാവാണ്. വന്ന ഉടനെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുകയാണ്. അപ്പോ നേരെ പറഞ്ഞ CPMയിലേക്ക് പോയാൽ എത്ര കാലത്തിന് ഇപ്പൊ സന്ദീപ് വാര്യർ പോയി വലിയ ഓളവും തരംഗവും ഒക്കെ ഉണ്ടാക്കി പോയാൽ സന്ദീപ് വാര്യരെ ഇതുവരെ കോൺഗ്രസ് അവരുടെ ഒരു പൊസിഷനിലേക്ക് അവരോധിച്ചിട്ടില്ല. അവിടെയാണ് BJPക്ക് ആർക്കും എവിടെ നിന്നും കയറി വരാവുന്ന ഒരു സ്ഥലമായി മാറി. BJP അനുഭാവികൾക്കും BJPയുടെ നേതാക്കന്മാരുടെ കണ്ണിലെ കരടായി മാറിയവർക്കും ഒഴികെ ബാക്കി ആർക്കും ഏത് സമയത്തും കൈവീശി കയറി വരാവുന്ന പ്രസ്ഥാനമായി BJP മാറിയിട്ടുണ്ട്. അവിടെയാണ് ഈ എത്രത്തോളം ആത്മാർത്ഥതയുള്ളവരാണ് അവർ, എത്രത്തോളം പാർട്ടിയെ സ്വാംശീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ പറയപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും അവനവന് വേണ്ടി മാത്രം പാർട്ടിയെ പ്രവർത്തിക്കുന്നവരാണ്. പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന
ഏത് അടവ് നയങ്ങളും പാർട്ടിക്ക് ഗുണമുണ്ടാക്കാൻ സാധ്യതയുള്ള, പാർട്ടിക്ക് ഇമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് നയവും തീരുമാനവും എടുക്കും. ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുമ്പോഴും BJP ഇപ്പോ നരേന്ദ്രമോദി, മറ്റുള്ളവരൊക്കെ കുറ്റം പറയും, കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ ഉൾക്കൊള്ളുന്നു. നരേന്ദ്രമോദിയെ തെറി പറഞ്ഞ, ഒരു കാലത്ത് നരേന്ദ്രമോദിയെ കുറിച്ച് ഏറ്റവും വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച ആൾക്കാർ പോലും ഇന്ന് BJPയുടെ ഭാഗമായുണ്ട്. അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ മനസ്സു മാറ്റി തിരിച്ചു വരികയോ പാർട്ടിക്ക് ഗുണകരമാകും എന്ന് വിചാരിക്കുന്നവരെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റി നിർത്താതെ അവരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയും. ഇവിടെ ഞാൻ പറയുന്നത് കെ സുരേന്ദ്രനെ അല്ലെങ്കിൽ എം ടി രമേശിനെ സംബന്ധിച്ചിടത്തോളം MT രമേശ് ഒരു പക്ഷേ ഇത്രയും ഗ്രൂപ്പിസം ഉണ്ടാക്കില്ലായിരിക്കും പാർട്ടി. ഇപ്പൊ കെ സുരേന്ദ്രൻ വന്നപ്പോൾ തന്നെ ആ മറ്റു ഭാഗത്തുണ്ടായിരുന്ന, അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരെയും BJP ഓഫീസിലടക്കം, പറയാതിരിക്കാൻ തരവില്ല, BJP ഓഫീസിലടക്കം ഉണ്ടായിരുന്ന പ്രവർത്തകരെ അടക്കം പുറത്താക്കിയിട്ടുണ്ട്. അത്തരം പുറത്താക്കലുകളിലൂടെ പുറത്താക്കിയ ശേഷം അവരുടെ സിൽബന്ദികളെയും ശിങ്കിടികളെയും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിൽബന്ദികളെയും ശിങ്കിടികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ഇത്രയും വർഷം. എത്ര പ്രവർത്തകരാണ്, എത്ര പഴയകാല പ്രവർത്തകരാണ്, വേണമെങ്കിൽ എണ്ണി ഞാൻ പറയാം. മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാമൻ പിള്ള സാറിനെ പോലും യഥാസമയത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് BJP. അദ്ദേഹത്തെ എനിക്കറിയുന്നത്, ഞാൻ വളരെ ചെറുപ്പകാലത്ത് എനിക്ക് അറിയുന്ന ആളാണ് അദ്ദേഹം. ആദ്യം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേൾക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. മാവേലിക്കര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ് സത്യത്തിൽ. അന്നൊക്കെ ഞങ്ങള് അന്ന് ആരും വലുതായിട്ട് പ്രവർത്തകരൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ നോട്ടീസും ഒക്കെ നമ്മുടെ കടയുടെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ എഴുതി വെക്കും. സ്റ്റിക് ഡോ ബിൽസ് ആദ്യമേ എഴുതി വെക്കും, മധുരയിലൊക്കെ വേറെ ആരെങ്കിലും മുട്ടിക്കാതിരിക്കാൻ. ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആ കാലത്താണ് എനിക്കറിയാവുന്നത്. ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പാർട്ടിയെ വളർത്തിയിരുന്നവരാണ്. തോൾസഞ്ചിയും തുണിസഞ്ചിയും ഒക്കെ ആയി ബസ്സിലൊക്കെ പോയിരുന്ന ആൾക്കാരാണ്. ഇന്ന് അതൊക്കെ മാറി, ആ കൾച്ചറൊക്കെ മാറി. ഇന്ന് ഒരു NGO പോലെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒരു സ്വയം തൊഴിൽ പോലെയൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അന്നുണ്ടായിരുന്ന അതേ ശ്രീധരൻപിള്ള സാർ ഇന്നും, ആ ശ്രീധരൻപിള്ള സാറിന് എനിക്ക് തോന്നുന്നില്ല, അദ്ദേഹത്തിന്റെ എവിടെയോ വെഞ്ഞാറമൂട് ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീടുള്ളിടത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഈ കോടികളുടെ സമ്പാദ്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെ എങ്ങനെ ഉപയോഗിക്കാം? അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം, അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ ഒരു ഉപദേശകനായി, അദ്ദേഹത്തെ അത്തരം സീനിയർ ആൾക്കാരെ ഒറ്റയടിക്ക് എടുത്തു കളയാതെ അവരെയൊക്കെ ഈ പാർട്ടിയുടെ ഉപദേശകരായി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാരായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ വെക്കുന്നത് സ്വാഭാവികമായി ചെയ്യാവുന്ന കാര്യമല്ലേ? ഇപ്പൊ മാധ്യമപ്രവർത്തകരായ നമ്മളൊക്കെ വാർത്ത ചെയ്തു എന്നതിന്റെ പേരിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അവർ പറയുന്ന കാര്യം എന്താണ്? വാർത്ത ചെയ്തു. ഞാൻ വാർത്ത ചെയ്തത് എന്റെ പണിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വാർത്ത ചെയ്യുമ്പോൾ ഞാൻ പാർട്ടി പ്രവർത്തകയായിരിക്കും, ജേർണലിസ്റ്റ് ആയിരിക്കുമ്പോൾ വാർത്ത ചെയ്തേ പറ്റും. ഇപ്പോ അത്തരം ആൾക്കാരെ, ജേർണലിസ്റ്റുകളെ അല്ലെങ്കിൽ ഒരഭിപ്രായം ചോദിക്കാനുള്ള ഒരു ഗ്രൂപ്പായി നിലനിർത്താൻ കഴിയില്ലേ ഒരു പാർട്ടിക്ക്? നേരെ മറിച്ച് CPM-നോ കോൺഗ്രസിനോ ഒക്കെ അത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോ നമ്മൾ എന്തെങ്കിലും വാർത്ത ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എതിരഭിപ്രായം പറയുമ്പോൾ പറയും നിങ്ങൾക്കത് പാർട്ടിയിൽ പറയാം. നമ്മൾ പാർട്ടിയുടെ ഭാഗമല്ല, പാർട്ടിയിൽ പറയാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ കറക്ഷന്റെ ഭാഗമായി സംഘടന നന്നാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ എതിരഭിപ്രായം പറയുകയും അതിനെ നവീകരിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നത്. അതിനെയൊക്കെ തെറ്റായ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരാൾ വരണമെന്ന് തന്നെയാണ്. ഇപ്പൊ MT രമേശ് വന്നാൽ കുഴപ്പമില്ല, സംഘടനാപരമായി അദ്ദേഹം വലിയ ന്യൂട്രലായി പോകുന്ന ഒരാളാണ്. കെ സുരേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ കെ സുരേന്ദ്രൻ, V മുരളീധരനൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ആൾക്കാരെ എടുക്കാൻ അവർ തീരുമാനിച്ചാൽ അവരെടുത്തിരിക്കും. അതിൽ മറ്റൊരു പ്രശ്നവുമില്ല. ആര് എന്ത് പറഞ്ഞാലും, ലോകം കീഴ്മേൽ മറിഞ്ഞാലും അവരവരുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ MT രമേശിന് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് MT രമേശ് വളരെ ന്യൂട്രലായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഒരുപക്ഷെ MT രമേശ് വന്നാൽ മറ്റുള്ളവർ ഗ്രൂപ്പിസം ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറയില്ല. കാരണം കേരളത്തിലെ ഗ്രൂപ്പിസം ഒരിക്കലും അടങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് BJP-യിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോ ഈ രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ വന്നാൽ എല്ലാ തലമുറയിലെയും ആൾക്കാരെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാനും, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ തരത്തിലും അത് പഴയ ആൾക്കാരെയും പുതിയ ആൾക്കാരെയും കണക്ട് ചെയ്ത് കൊണ്ടുപോകാനും ഒരു കാര്യം നമുക്ക് ചെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനേക്കാളും MT രമേശ് പിന്നെയും കുഴപ്പമില്ല, കെ സുരേന്ദ്രനേക്കാളും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തെ എനിക്ക് അറിയാം, ആദ്യമായാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്നത്. പക്ഷെ ആദ്യമായി അദ്ദേഹത്തെ കണ്ട ഒരു ഫീലിംഗ് ഒരിക്കലും അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരാളാണ് സംസ്ഥാന പ്രസിഡന്റായി വരുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, വലിയ ബിസിനസ്സുകാരനാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ആർക്കും അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളായി അദ്ദേഹം നിലനിൽക്കുന്നു. അങ്ങനെ ഒരാളാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന പ്രസിഡന്റായി വരേണ്ടത്. അതിന് മാത്രമല്ല, ഇവിടെ ഒരു ജാതി സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ BJP-യുടെ വോട്ട് എന്ന് പറയുന്നത്, ജാതി പറയരുതെന്ന് പറയുമ്പോഴും അത് ജാതി പറയരുതെന്ന് പറയുന്ന കാര്യമില്ല, എല്ലാവരും പറയും.
കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും നിർണായകമാകുന്നത് ജാതിയും മതവും തന്നെയാണ്. ഇവിടെ നായന്മാരുടെ വോട്ടുകളാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് ഉള്ള വോട്ടിന്റെ ഭൂരിഭാഗം വോട്ടുകളും കഴിഞ്ഞ കുറെ വർഷങ്ങളായി. എന്നാൽ SNDP-യുമായി ബന്ധമുള്ള SNDP-യുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഇപ്പോ കെ സുരേന്ദ്രനെ നോക്കിയാലും വി മുരളീധരനെ നോക്കിയാലും ഇനി ശോഭാ സുരേന്ദ്രനാണ് വരുന്നതെങ്കിലും വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ അവർ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരുന്ന വോട്ടാണ് അതിലെ പ്രധാനം. ഇപ്പൊ BDJS പോലുള്ള ഒരു പാർട്ടി ഈ സംഘടനയോടൊപ്പം വന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇത്ര പ്രഗത്ഭരായി BDJS-നെ കൊണ്ടുവന്നുകൊണ്ട് BDJS-ന് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട്, BDJS-നെ ഇവരെങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോ BDJS-ന്റെ വോട്ടെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി പോലും മകന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന സംശയം പോലും നിലനിൽക്കും. പക്ഷെ ആലപ്പുഴയിലും കായംകുളത്തും എല്ലാം BJP-യുടെ വോട്ട് കൂടിയത് അത് ഈഴവ സമുദായത്തിന്റെ വോട്ടാണ് എന്ന് വിലയിരുത്തലുകൾ ഉണ്ടല്ലോ. ഈഴവ സമുദായത്തിന്റെ വോട്ടാണെന്ന് പറയാൻ കഴിയില്ല. BJP-ക്ക് ഉള്ള ഈഴവ സമുദായത്തിന്റെ വോട്ടല്ലാതെ എത്ര വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് BJP-യിലുള്ള ഈഴവരുടെയും BJP-യിലുള്ള ബാക്കിയുള്ള വിഭാഗങ്ങളുടെയും നായന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ BJP-യുടെ അടിയുറച്ച വോട്ടുകൾ ഉണ്ട് പല സ്ഥലങ്ങളിലും. അതല്ലാതെ പുറത്തുനിന്നുള്ള BDJS ഇത് പറഞ്ഞതുകൊണ്ട് ചോദിക്കാൻ എന്റെ ഒരു സംശയമാണ്. ഇപ്പോ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ, അതായത് ആ ഒരു ജാതി അടിസ്ഥാനത്തിൽ ഒരു നേതാവ് ഉണ്ട് എന്ന് കരുതി ആ വിഭാഗത്തിലെ ആൾക്കാർ വോട്ട് ചെയ്യുമെന്ന് ഇല്ല. ഇവരിത് ജാതി സമവാക്യം അത് മാറി NSS-ൽ, അതായത് മറ്റൊരു ഉറപ്പുണ്ടോ? ഇപ്പോ സുകുമാരൻ നായര് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷെ SNDP-ക്ക് കുറച്ചുകൂടി ഏകീകൃതമായ ഒരു രൂപമുണ്ട്. SNDP-യുടെ വോട്ടുകൾ മിക്കവാറും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളുമാണ്. അത് ഏകീകൃതമായ ഒരു രൂപം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ NSS-ന് അത്തരം രൂപമില്ല. ഇപ്പൊ കടന്ന് കരഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഹിന്ദുവിന്റെ വികാരങ്ങൾക്കും ഹിന്ദുവിന്റെ അഭിപ്രായങ്ങൾക്കും ഹിന്ദുവിന്റെ ആശയങ്ങൾക്കും ഒക്കെ നേരെ, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ആചാര രീതികൾക്ക് നേരെ മറ്റുള്ളവർ കടന്നു കയറുന്നു എന്ന് പറഞ്ഞിട്ടും ഭൂരിപക്ഷത്തിനൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുകുമാരൻ നായർ ഇപ്പൊ കൈകാലിട്ടടിക്കുന്നുണ്ട്. എന്നും സുകുമാരൻ നായർ എന്തിനാ അങ്ങനെ പറയുന്നത്? എന്നും സമദൂരത്തിന്റെ ആളായിരുന്നില്ലേ സുകുമാരൻ നായർ? കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്ത സുകുമാരൻ നായർ എന്തിനാണ് സമദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതേപോലെ സമദൂരമാണ് ഈ വെള്ളാപ്പള്ളിയുടെ മകനും ഒക്കെ ചേർന്ന് നടത്തുന്ന ഇത്തരം സമദൂരം തന്നെയാണ്, അത്തരത്തിലുള്ള സമദൂരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ പലപ്പോഴും ഈ ജാതി സമവാക്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്. മറ്റുള്ളിടത്താണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് തന്നെയാണ്. അല്ലെങ്കിൽ മലപ്പുറത്തു നിന്നും ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കാണിച്ചാൽ മാത്രമേ ഞാൻ, അല്ലെങ്കിൽ ജാതി ഇല്ല എന്ന് ഞാൻ പറയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്തരം ചില പാലായിൽ ഒരു ക്രിസ്ത്യാനി മത്സരിക്കരുത്, അവിടെ ഒരു ഹിന്ദു മത്സരിക്കണം. അങ്ങനെ അതുപോലെ നമ്മുടെ പുതുപ്പള്ളി ഒരു ഹിന്ദു മത്സരിക്കണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം മത്സരിക്കണം. ഇങ്ങനെയൊക്കെ മത്സരിക്കണം, അല്ല ജയിക്കണം. എങ്കിൽ മാത്രമേ ജാതി ഇല്ല എന്ന് ഞാൻ പറയും. ജയിക്കുന്ന കാര്യം രണ്ടാമത്, മത്സരിപ്പിക്കാൻ ഈ പാർട്ടികളെങ്കിലും തയ്യാറാവില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ അതുകൊണ്ട് ജാതിയില്ല മതമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ BJP-യിലുണ്ട്. BJP, ഞാനിത് പറയാനും മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്നും എല്ലാവരും പറയുന്നത് സവർണ വർഗീയവാദികളുടെ പാർട്ടിയാണ് BJP എന്നാണ്. അപ്പോൾ ആദ്യം മുതലുള്ള സംസ്ഥാന പ്രസിഡന്റുമാരെയൊക്കെ എടുത്തു നോക്കിയാൽ BJP ഏത് തരത്തിലുള്ള പാർട്ടിയാണെന്നും പ്രവർത്തകരും BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാരെയൊക്കെ എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ ജാതി ഇല്ലാത്ത പാർട്ടി, അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങൾ അങ്ങനെ പരിഗണിക്കാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ BJP ഉള്ളൂ. പക്ഷെ BJP-ക്ക് അക്കാര്യത്തിൽ വലിയ പേരുദോഷമുണ്ട്. അതുകൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു. പക്ഷെ എങ്കിലും ഏതായാലും അത് രാജീവ് ചന്ദ്രശേഖറിന് ഒരു ഗുണകരമായ ഘടകം കൂടിയാണ്. അതുകൊണ്ട് ഒരു പക്ഷെ അത് മാത്രമല്ല, വളരെ നന്നായി ഒരു പ്രവർത്തനത്തെ അതിന്റെ ഏറ്റവും പീക്കിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ വന്നാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അത് ചെയ്താൽ. ഒരു കാര്യം കൂടെ ചോദിച്ചു, അതായത് ചില BJP ഗ്രൂപ്പുകളിൽ നിന്ന് കേട്ട ഒരു വിവരമാണ്. അതായത് കേരളത്തിലെ BJP നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ പ്രാപ്തനായ ഒരാൾ കേരളത്തിൽ ഇല്ലേ? തീർച്ചയായിട്ടും എന്ന് പലരും ഇങ്ങനെ ഒരു ആശങ്ക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അതായത് ലാംഗ്വേജിന്റെ ബാരിയർ ഉണ്ട്. അതായത് ഹിന്ദി നന്നായി അറിയുന്ന ചില ആൾക്കാർ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്ര നേതൃത്വം പലപ്പോഴും കേൾക്കുക. അപ്പോ അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം അവർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയില്ലല്ലോ, അകത്ത് ഈ ഗ്രൂപ്പിസം ഉള്ളതും ഇവിടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പണിയുന്നൊന്നും ആരും പറയില്ല. ഇപ്പോ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകാരെ വിളിച്ച് വാർത്ത കൊടുത്ത ശേഷം ആ വാർത്ത എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഇവിടെ നിന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയണമെന്നുമില്ല. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ BJP-യിൽ ഉണ്ട്. കേന്ദ്ര നേതൃത്വത്തെ യഥാസമയം അറിയിക്കാൻ കഴിയാത്ത പ്രശ്നം. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നല്ല ഓപ്ഷനാണ്. അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുത്താൽ BJP-യുടെ എക്കാലത്തെയും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും. ഒരുപക്ഷെ BJP നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ ഒരു അവസരം കൂടിയാവും. കാരണം BJP-ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ, നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോക്കാരോടും ബസ്സിലും ട്രെയിനിലും പിന്നെ ഫ്ലൈറ്റിലും എവിടെ യാത്ര ചെയ്താലും ഞാൻ ഈ രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ
ഈവൻ അടുത്ത കാലത്ത് 2 മുസ്ലിം സ്ത്രീകൾ എന്നെ ഒരു വാർത്തയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോൾ പോലും അവർക്ക് നരേന്ദ്രമോദിയെ പറ്റി, നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങളെ പറ്റി, മുസ്ലിം ലോയെ പറ്റി അവർ പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് കൂടി വരണമെന്നാണ്. അത്തരത്തിൽ സംസാരിക്കുന്ന സ്ത്രീകൾ അടക്കമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ഒരു മൈലേജ് ഉണ്ട്. ആ സർക്കാരിന് BJPക്ക് അത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അല്ലെ കൂടുതൽ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിക ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഐത്തം മാറിയിട്ടുണ്ട്. അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാർ കൊഴിഞ്ഞുപോയി യഥാർത്ഥത്തിൽ ഈ പാർട്ടിയോട് താല്പര്യമുള്ള ആൾക്കാർ കൊഴിഞ്ഞു പോവുകയും മറ്റുള്ളവർ ഈ പാർട്ടിയിൽ പുതിയതായി വരുന്നവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. പുതുതായി വരുന്നവരെ സ്വീകരിക്കുന്നതുകൊണ്ട് ഈ പാർട്ടിക്കാർക്ക് ഗുണമുണ്ട്. കാരണം പുതുതായി വരുന്നവർക്ക് ഈ സംഘടനയുടെ സ്ട്രക്ചർ അറിയില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇപ്പോ ഈ സംസ്ഥാന പ്രസിഡന്റിനെതിരെ അല്ലെങ്കിൽ ആർക്കെതിരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് RSSനെയോ അല്ലെങ്കിൽ സംഘടനാ മേധാവികളെയോ ഒക്കെ നേരിട്ട് അറിയിക്കാൻ ഇവർക്ക് അത്ര അടുപ്പവും ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ പുതിയ ആൾക്കാർ വരുന്നതാണ് താരതമ്യേന ഇവർക്ക് ലാഭകരം. കാരണം ഇവർ കാണിക്കുന്ന ഉടായ്പകളൊന്നും മറ്റുള്ളവർ അറിയാതിരിക്കാൻ, ഉയർന്ന തലങ്ങളിലേക്ക് അറിയാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ചില സ്ഥാപനങ്ങളും ചില സ്ഥാപന മേധാവികളും ഒക്കെ ഈ നയം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുമായി അടുത്ത ബന്ധമുള്ളവരെ വെക്കില്ല. അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഏതാണ്ട് രൂപഭാവങ്ങളോട് കൂടിയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമാ തോമസിന് ഒരു അപകടം ഉണ്ടായി. ആ അപകടവുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വാ തുറന്നതോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വലിയ അപകടമാണ്. അപകടത്തിനപ്പുറത്തേക്ക് ഈ സംഘടനയെ സംബന്ധിച്ച്, ഇവരുടെ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മുടെ ഗവർണർ മാറിപ്പോകുമ്പോൾ ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാത്ത മന്ത്രിമാരും മറ്റുള്ളവരും ഈ പരിപാടിയിൽ ഔദ്യോഗിക ദുഃഖാചരണം നടക്കുമ്പോൾ പോയതിനെ സംബന്ധിച്ച് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലേ? ആ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സംസ്ഥാന പ്രസിഡന്റ് വാതുറന്നായി അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ചുമ്മാതിങ്ങനെ ഒരു സംഘടന പോകുന്നു, ഇല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു തട്ടിക്കൂട്ട് ഇടപാട് നടത്തുന്നു, കുറെ പൈസ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് പ്രവർത്തനം ബേസിക്കലി ഇല്ലാത്തൊരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ ഉണർവാകും. ഗ്രൂപ്പിസത്തിന് ഒരു അന്ത്യം കുറിക്കാൻ കഴിയും. അദ്ദേഹം ആകുമ്പോൾ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എക്കാലത്തെയും മികച്ച തീരുമാനം തന്നെയായിരിക്കും BJPയുടേത് എന്നാണ് പറയുന്നത്.